3300 കോടി നമുക്ക് എടുക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ച കടത്തിൽ നിന്ന് തന്നെ 3300 കോടി കട്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തത്? കട്ട് ചെയ്തതിന്റെ കാരണം ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ കേരളത്തില് 161ഓളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്. അവയ്ക്കൊക്കെ വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് ഗവൺമെന്റ് ഗ്യാരണ്ടി നിന്ന് വായ്പ എടുത്തു കഴിഞ്ഞാൽ ആ കൺസേൺഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലെ ഒരുപാട് എണ്ണവും നഷ്ടത്തിൽ ഓടുകയാണ്. ഈ നഷ്ടത്തിൽ ഓടുന്നതിന്റെ ഒന്നും പലിശയോ മുതലോ ഒന്നും തിരിച്ചടക്കില്ല. അപ്പൊ ആര് ചെയ്യും? അത് ഗ്യാരണ്ടർ ചെയ്യണം, ഗവൺമെന്റ് ചെയ്യണം. പക്ഷെ ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു അതിനുവേണ്ടി 3300 കോടിയുടെ ഒരു ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഫണ്ട് മാറ്റിവെക്കുക, അത് അത്രയും കടത്തിൽ വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത് വലിയൊരു ഷോക്കായിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് ഗവൺമെന്റ് അനുഭവിച്ച് നടക്കുകയാണ്. അങ്ങനെ അപ്പം ഈ നമുക്ക് എന്തൊക്കെയാണ് തിരിച്ചടി വന്നിരിക്കുന്നത്? അതായത് നമ്മൾ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കടത്തേക്കാൾ ഉപരി കടമെടുക്കുന്നു. അതുകൂടാതെ കിഫ്ബി വഴി, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി കടമെടുക്കുന്നു. ഇങ്ങനെയൊക്കെയും കൂടി ഈ വർഷം അവസാനം ആകുമ്പോഴത്തേനും 6 ലക്ഷം കോടിയാകും നമ്മുടെ കടം എന്നാണ് പറയുന്നത്. അതായത് 2016 പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് ഉമ്മൻചാണ്ടി നമ്മുടെ ദിവംഗതനായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഭരണ ബാറ്റൺ കൈമാറുമ്പോൾ 1,53,000 കോടിയായിരുന്നു നമ്മുടെ കടം, കേരളത്തിന്റെ സഞ്ചിത കടം, ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ആ കടമാണ് 9 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയായി വളർന്നിരിക്കുന്നത്. 1,53,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര വർഷം കൊണ്ട്? 1956 മുതൽ 2016 വരെയുള്ള കാലം കൊണ്ട് ഫോം ചെയ്യപ്പെട്ട സഞ്ചിത കടമായിരുന്നു 1,53,000 കോടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ 1,53,000 കോടിയാണ് ഈ 9 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയിൽ എത്തുമെന്ന് CAG പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കടക്കണിയിലേക്ക് ഓടുന്നു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥശൂന്യതയും ഉണ്ടോ, വല്ല പറ്റിക്കലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വേഗത്തിൽ കടം കൊണ്ടുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? എന്റെ കേരളം, മഹത്വീകരിക്കപ്പെട്ട കേരളം, അതായത് ഒരു കേരളം ഒരു പറുദീസയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ മഹത്വവൽക്കരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. PR വർക്ക് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ജനങ്ങളുടെ മുൻപിലും, അതായത് എല്ലാ ചാനലുകളിലും പണം കൊടുത്ത ചാനലുകൾ എന്തും നടത്തും. അങ്ങനെ പണം കൊടുത്ത് ചാനലുകളിലൊക്കെ ഇതാണ് വിളിച്ചു കൂയിക്കൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ സത്യം എവിടെ കിടക്കുന്നു? വസ്തുത എവിടെ കിടക്കുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.